എൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഖ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരുമില്ല. ഞാൻ അഖിൽ മാരാറിന്റെ ചില പൊളിറ്റിക്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റും ഇതിൽ ഇങ്ങനെയും ഉണ്ട് അല്ലേ എന്ന് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട പോസ്റ്റ് അത് ശരിക്കും ഒരു പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കണ പോലെ എനിക്ക് തോന്നി. കാരണം പഹൽഗാം യുദ്ധത്തിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. ഇന്ത്യയെ ആര് രക്ഷിക്കുന്നു എന്നതിനെ പറ്റി ഒരു സംശയം തന്നെ തോന്നി. കാരണം പേഴ്സണലി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ അതിനെതിരെ പോരാടിയപ്പോൾ എനിക്ക് പേഴ്സണലി രോമാഞ്ചം വന്നത്. യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ ഞങ്ങൾ അവിടെ അറബിക്കടൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം, അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി, ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തൊടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഞാൻ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യണ ആ മിലിറ്ററിക്കാർ ചെയ്ത പ്രവൃത്തി അത് അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. ഭീകരരെ മാത്രം തകർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആക്ച്വലി പേഴ്സണലി എല്ലാവർക്കും ഇംപ്രസ് ആയത്. ശരിയാണ്, നമുക്കും കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അഖിൽ മാരാർ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിടിപ്പ് കേടാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അഖിൽ മാരാർ BJP-യിലാണ് നിന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നേരെ കോൺഗ്രസിലേക്ക് മാറിയിട്ടുമുണ്ട്. ഇപ്പൊ കോൺഗ്രസ്സിൽ വന്നതും കൊണ്ട് BJP-യെ കുറ്റം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആൾക്കാരും കോൺഗ്രസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും BJP-നെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രതിരോധ നിലപാട് അഖിൽ മാരാർ ഇപ്പൊ ഉയർത്തി കാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2001 പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഇന്ത്യ വലിയൊരു തിരിച്ചടി കൊടുത്തതായിട്ട് ചരിത്രത്തിൽ എവിടെയും ഇല്ല ആക്ച്വലി. അത് നിങ്ങൾ ഓർക്കണം. അത് എന്തും കൊണ്ടാണ് വരാതിരുന്നതെന്നുള്ളത് കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് ആണ് ഭരിച്ചത്. കോൺഗ്രസ്സിൽ തലപ്പത്ത് ആരൊക്കെയാ ഇരിക്കണമെന്ന് അറിയാം. കോൺഗ്രസിന് മെയിൻ ഫണ്ട് എവിടുന്നാ വരുന്നത് എന്നുള്ളതും നമുക്കറിയാം. 2008 മുംബൈ താജ് ഹോട്ടൽ ആക്രമണം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അന്ന് UPA സർക്കാർ
പാകിസ്ഥാനെ നിഷ്ക്രിയമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും സൈനിക മറുപടി കൊണ്ടായിരുന്നില്ല. പാകിസ്ഥാനിലെ പ്രധാന ഭീകരൻ റായിസ് സയ്യിദിനെ UN വഞ്ചിച്ചപ്പോൾ പോലും ഇന്ത്യയുടെ പ്രതികരണം ഇടത് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. BJP സർക്കാർ വന്നതിന് ശേഷം പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. പാക് ഭീകരരെ തടുത്തിട്ട് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഏത് സർക്കാരാ ചെയ്തത് എന്നതിനുള്ള ഉറച്ച തീരുമാനവും നിലപാടും അവിടെ ഉണ്ടായിരുന്നു. ഭീകരത അതൊരു വിനോദവും ബിസിനസ്സും ആക്കിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനെതിരെ ഇന്ത്യൻ സൈന്യം ദിനം പ്രതി ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ കേരളത്തിലും ബാക്കിയുള്ള എല്ലാവരും അറിയുള്ളൂ. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. കാരണം ഭീകരർക്കെതിരായ പോരാട്ടങ്ങൾ ഇതുപോലെ രാഷ്ട്രീയക്കാർ തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനും മിലിറ്ററിക്കും എല്ലാവർക്കും പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. മിസ്റ്റർ അഖിൽമാര, നിങ്ങൾ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചല്ല, അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മികച്ച വാഗ്മിയും ആകാം നിങ്ങൾക്ക്. നല്ലൊരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരാണ് നിങ്ങൾ എല്ലാം എനിക്കറിയാം. കാരണം താങ്കൾ BJPയിൽ നിൽക്കുമ്പോൾ, താങ്കൾ പൊളിറ്റിക്സ് പറയുമ്പോൾ അതൊരു ഫാക്റ്റ് ആണ് എന്നുള്ളത് കാണുന്നവർക്ക് തോന്നുമായിരുന്നു. പക്ഷെ നിങ്ങൾ വലതുപക്ഷത്തേക്ക് ചായ്വ് മാറിയപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോമൺ സെൻസ് നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഇത് കോമൺ സെൻസ് നഷ്ടപ്പെട്ടതല്ല, അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും സ്റ്റഡി ചെയ്യാത്തതാണ് എന്നത് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യക്ക് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ ഭരിക്കുന്ന BJP സർക്കാരാണെങ്കിൽ തിരിച്ച് ഒരു മയമില്ലാണ്ട് അടിച്ചിരിക്കുന്നുള്ളത് കുറേ ചരിത്രമുണ്ട്. അത് നല്ലതായിരിക്കാം, മോശമായിരിക്കാം, പക്ഷെ തിരിച്ചടിക്കും. ഒരു മനസാക്ഷിയും ഇല്ലാതെ തിരിച്ചടിക്കും. കാരണം തീവ്രവാദികളോട് മനസാക്ഷി കാണിക്കേണ്ട ആവശ്യമില്ല. ചാകേണ്ടവൻ ചാകുക തന്നെ വേണം. കാരണം നിങ്ങൾ ഇനി കൊട്ടാരക്കരയിൽ അടുത്ത തവണ മത്സരിക്കുകയാണെങ്കിൽ വലതുപക്ഷത്തിന് നല്ലൊരു ബ്രാൻഡിങ് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഭീകരത ഉപയോഗിച്ചിട്ട് BJP സർക്കാരിനെ ഇപ്പോഴത്തെ ഭരണഘടനയോ നിങ്ങൾ ഒരു അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്ന വോട്ടിന് നല്ല രീതിയിൽ ബാധിക്കും. ഭീകരത ഒരിക്കൽ നടന്നാൽ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് താങ്കൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു നല്ല നേതാവിന് ചേർന്നതല്ല. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് രാഷ്ട്ര സേവനമാണ്. അവരത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ വിമർശിക്കുമ്പോൾ അതിൻ്റെ താളം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സാധാരണക്കാരായ 15 പേരെ രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കി നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്ന് 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് ഇവിടെ IPL നമ്മൾ നിർത്തിവെച്ചു.